നമസ്കാരം. ഭക്തവത്സലനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ നിരവധിയാർന്ന മാറ്റങ്ങൾ ആ ഭക്തയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. തീർച്ചയായും എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ പ്രവർത്തിച്ച് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തത് മൂലമുള്ള വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. ഇനിയെല്ലാം ഈശ്വരൻ തീരുമാനിച്ചതുപോലെ എന്ന് വിശ്വസിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അതായത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ചില വ്യക്തികളാണ്, അത്തരം ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നും പരാമർശിക്കാം. ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എങ്കിലും നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അത് തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ ധനം നേടുന്നതുമായി ബന്ധപ്പെട്ട് പോലുമാകാം. സ്നേഹബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടും തീർച്ചയായും നിങ്ങൾക്ക് ഒരു കാത്തിരിപ്പുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ സ്നേഹബന്ധത്തിലെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം ചില പ്രതീക്ഷകളും നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ കൺമുൻപിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അത് ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. എന്നാൽ പലപ്പോഴും ഭഗവാൻ നൽകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ചില സമയങ്ങളിൽ തിരിച്ചറിവുകൾ സംഭവിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. പലപ്പോഴും ജീവിതത്തിൽ അത്രയധികം അവസരങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യം പോലുമുണ്ട്. പിന്നീട് ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പല അവസരങ്ങളെക്കുറിച്ച് ആലോചിച്ചും വിഷമിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉറ്റുനോക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഈ സമയം നിങ്ങൾ തീർച്ചയായും പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്ന് കാണുന്നു. അത് ജീവിതത്തിൽ പല വിധത്തിലും നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യമായിരിക്കും നൽകുക. അപ്പോൾ തീർച്ചയായും മറ്റുള്ളവർക്ക് ചെയ്തു നൽകുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ അവസ്ഥ മോശമാകാം. എന്നാൽ ഈ അവസ്ഥയിലൂടെ പോലും ചിലർക്കെങ്കിലും സഹായം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് നേടിത്തരുന്നു എന്നും കാണുന്നു. ഈ സമയം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മാനസികാവസ്ഥ പല സമയങ്ങളിലും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കർമ്മം അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നതാണ് വാസ്തവം. എത്ര തന്നെ പ്രതിസന്ധികൾ വന്നു ചേർന്നാലും നിങ്ങളുടെ കർമ്മം എന്താണോ അത് ഭംഗിയായി തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് മാനസികപരമായ വിഷമതകൾ വന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ തീർച്ചയായും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നിങ്ങൾ കാണേണ്ടതാണ്.
പലപ്പോഴും പലരുടെയും കുത്തുവാക്കുകളാൽ, അവഗണനകളാൽ, അല്ലെങ്കിൽ അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുമ്പോൾ തളർന്ന് നിങ്ങൾ ഇരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് പാടില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. വീണ്ടും ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കർമ്മം, അത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. അതിനുള്ള ഫലം അത് നിങ്ങളെ തേടി വരും എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങൾ മാറേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അതിനായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. ചില വ്യക്തികൾ മൂലം അല്ലെങ്കിൽ ഒരു വ്യക്തി മൂലം വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാതിരിക്കുന്നതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട് എന്ന് പറയാം. അത്തരം വ്യക്തികളുടെ എനർജിയും കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയായിരിക്കാം അത്. നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം പിന്നീട് നിങ്ങളെ വിട്ടുപോയ വ്യക്തികളുമായിരിക്കാം എന്നതാണ് വാസ്തവം. അവരുമായി ബന്ധപ്പെട്ട വിഷമതകൾ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സ് നീറ്റി ഒരു നിമിഷം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കണം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു വിജയം വന്നെത്തുന്നു എന്നത് വാസ്തവമാണ്. അതിനുള്ള സമയം നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. മുന്നോട്ടുള്ള വഴിയിൽ വഴികാട്ടിയായി നിങ്ങൾക്ക് ഭഗവാൻ ഒപ്പമുണ്ട് എന്ന ബോധ്യം ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. ഭഗവാന്റെ കരങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് സഹായിയായി നിങ്ങളുടെ ജീവിതത്തിൽ മുൻപിലുണ്ടാകും എന്നതാണ് വാസ്തവം. പലരിലൂടെയും ഭഗവാൻ നിങ്ങളുടെ മുൻപിലെത്താം. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണോ ഉള്ളത് അതിനുവേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ ആ സമയം നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. പലവിധ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിനുള്ള ഫലം അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായ അവസരങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ടതായ ആവശ്യമില്ല. ഈ സമയം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതേപോലെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇപ്രകാരം കടന്ന് വന്നിട്ടുള്ളതായ ആ അനുഗ്രഹം നിലനിർത്തുവാൻ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ വിധത്തിലും അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ വാതിൽ തുറക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുവാനായി തുടക്കം കുറിക്കുകയാണ് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, ആ സമയത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പാണ് എങ്കിൽ പ്രയത്നിക്കാനുള്ള മനസ്സും ശക്തിയും ഭഗവാൻ നൽകി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത്തരം ചില കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണയും അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പിന്തുണയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ചില ആശങ്കകൾ, സങ്കടങ്ങളൊക്കെ നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. ഇത്തരം കാര്യങ്ങൾ മൂലം ഭയം, നെഗറ്റീവായുള്ള ചിന്തകൾ ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു സാഹചര്യവും
ഉണ്ട് എന്ന് കാണുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ മാത്രം മുഴുകിയിരിക്കുവാനാണ് പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നത് എന്നത് വാസ്തവമാണ്. എന്നാൽ അത് പാടുള്ളതല്ല. എന്താണോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത്, അത്തരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുവാനും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ മറക്കുവാനും ശ്രമിക്കേണ്ട സാഹചര്യമാണ് മുൻപിലുള്ളത് എന്ന് പറയാം. തീർച്ചയായും നിങ്ങൾക്ക് മുൻപിൽ ഒരു വെളിച്ചമുണ്ട്. സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കുവാനുള്ള അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുക. അതിനാൽ തീർച്ചയായും ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം.